കർത്താവും മഹാദൈവവുമായി നമ്മുടെ രക്ഷിതാവായ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും എല്ലാവർക്കും അറിയിക്കുന്നു. ഒരു ദിവസവും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു തന്നല്ലോ. നമ്മെ പിന്നെയും ഇമ്മാനുവേലിൻ്റെ വിസ്തൃതമേറിയ ചിറകടിയിൽ കർത്താവ് മറയ്ക്കട്ടെ. പാപത്തിൻ്റെ തിരത്തള്ളലുകൾ നമ്മെ മുക്കിക്കളയാതെ ലോകമാം ഗംഭീര വാരിധിയിൽ നമ്മുടെ വിശ്വാസ പടക മുങ്ങിപ്പോകാതെ നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായവൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മെയും കുടുംബങ്ങളെയും സമർപ്പിക്കാം. ദൈവത്തിനു സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന വിഷയങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ മറുപടി കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെത്തിയിരിക്കുന്നു. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. Hebrews chapter 2 verses 1 through 4. Therefore we ought to give the more earnest heed to the things which we have heard, lest at any time we should let them slip. For if the word spoken by angels was steadfast, and every transgression and disobedience received a just recompense of reward, how shall we escape if we neglect so great a salvation, which at the first began to be spoken by the Lord, and was confirmed unto us by them that heard him? God also bearing them witness, both with signs and wonders, and with diverse miracles and gifts of the Holy Ghost, according to his own will. Praise God. നമ്മൾ കണ്ടു, എബ്രായർക്കുള്ള ലേഖനത്തിൽ ചില താക്കീതുകളുണ്ട്. 5-ആയിട്ടും 6-ആയിട്ടും 7-ആയിട്ടുമൊക്കെ പഠിക്കുന്ന ഒരു രീതിയുമുണ്ട്. നമ്മളതിന് മുഖവുരയിൽ കണ്ടതാണ്. നമ്മളത് പ്രധാനമായും 5 താക്കീതുകൾ എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ആ താക്കീതുകൾ പഠിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എബ്രായ ലേഖനം വേണമെങ്കിൽ പഠിക്കാമെന്ന് പറയാം. ഏറിയ ദിവസങ്ങൾ നമുക്ക് പഠിക്കുവാൻ പര്യാപ്തമായതാണ് ഈ താക്കീതുകൾ തന്നെ. ഞാൻ ഇത്രയും വർഷങ്ങൾക്കകം ഒരു സ്ഥലത്ത് മാത്രമേ എബ്രായ ലേഖനത്തിലെ താക്കീതുകളെക്കുറിച്ച് പഠിച്ചുള്ളൂ, അല്ലെങ്കിൽ പഠിപ്പിച്ചുള്ളൂ. ഒരു സ്ഥലത്ത് എബ്രായ ലേഖനം കഷ്ടിച്ചൊരാഴ്ച കൊണ്ടൊന്ന് പറഞ്ഞു വിട്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് തന്നെയുള്ള ഉൾക്കാഴ്ചകളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ദീർഘമണിക്കൂറുകളുടെ അകമ്പടി ആവശ്യമുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസം വീതം മാത്രം നമുക്ക് കിട്ടിയാൽ എബ്രായ ലേഖനത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ ഒക്കത്തില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്നാൽ ഞങ്ങളൊരിക്കൽ ഈ 5 താക്കീതുകളെക്കുറിച്ച് തന്നെ ഒരു സഭയിൽ വെച്ച്, ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ നടന്ന 38 ദിവസത്തെ യോഗങ്ങളിൽ രാവിലെയും വൈകിട്ടും ചിലപ്പോഴൊക്കെ ഉച്ചയ്ക്കുമായിട്ട് അങ്ങനെ 3 സെഷൻസ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും 2 സെഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ടിടയായി. അപ്പോൾ ആ 5 താക്കീതുകൾ മാത്രം പഠിച്ചാലും എബ്രായ ലേഖനത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം നമുക്ക് കിട്ടും.
അതിനുവേണ്ടി തന്നെ നമുക്ക് ദീർഘമണിക്കൂറുകൾ വേണം. ഏതായാലും നമ്മൾ സമയബന്ധിതമായിട്ടല്ല പഠിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും സൗകര്യപ്രദമാണെങ്കിൽ ഈ വിഷയങ്ങൾ പഠിക്കാമെന്ന് കരുതുകയാണ്. നമ്മൾ ഈ 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ ആ 5 താക്കീതുകളിൽ ആദ്യത്തെ താക്കീതാണ് കാണുന്നത്. അത് നമ്മൾ കണ്ടു. അതിൽ തന്നെ 2 വിഷയങ്ങളെക്കുറിച്ചാണ് താക്കീത് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മൾ തെന്നിപ്പോകരുത്, ഒഴുകിപ്പോകരുത്. 2, കഠിനമായ ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ മുന്നറിയിപ്പായി പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. We should not be rejecting. We should not be non-considerative of such great a salvation. ഇത്ര വലിയ രക്ഷ നമ്മൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കരുത്. അറിയാഞ്ഞിട്ടല്ല. ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, the warning is not for the unbelievers who are unaware of salvation or who are ignorant of Jesus Christ. നമുക്കിവിടെ നിന്നും ആ കാര്യം വ്യക്തമാണ്. എന്തേ? ഈ രക്ഷയെക്കുറിച്ച് അറിയാത്തതോ രക്ഷകനായ യേശുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് അജ്ഞരോ ആയ ഒരു അവിശ്വാസികളായ സമൂഹത്തോടല്ല ഇവിടെ അപ്പോസ്തലൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു, ഒരു വിഷയമായിരുന്നു, ഇത് വിശ്വാസികളോടാണോ അവിശ്വാസികളോടാണോ എന്ന്. ഇവിടെ നിന്നും വ്യക്തമാണ്, അജ്ഞരായ ഒരു കൂട്ടരോടല്ല. എന്തിനെക്കുറിച്ചുള്ള അജ്ഞതകൾ? രക്ഷകനായ ക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ചും ആ ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയുടെ നിസ്തുലതയെക്കുറിച്ചും അറിഞ്ഞുകൂടാത്തവരോടല്ല. അതുകൊണ്ട് നമ്മൾ കേട്ടത്, അപ്പം കേട്ടവരോടായി പറയുന്നത്. പിന്നെ രക്ഷയെക്കുറിച്ചും അറിഞ്ഞവരോടാ. സ്തോത്രം. കേട്ടിട്ടും അറിഞ്ഞിട്ടും സാരമില്ലെന്ന് അതിനെ പരിഗണിക്കാത്ത, അവഗണിച്ചു കളയുന്നവരോട് പതിയിരിക്കുന്ന അപകടത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് പറയുകയാണ്. അതും പുറത്തുനിന്നുള്ള ഉദാഹരണങ്ങളോ ഒന്നുമല്ല, ബൈബിളിനകത്തു നിന്ന് തന്നെയുള്ള, നമ്മുടെ പഴയ നിയമത്തിനകത്ത് നിന്ന്, തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെയുള്ള ദൃഷ്ടാന്തമാണ് അപ്പോസ്തലൻ വായനക്കാരുടെ മുമ്പിൽ നിരത്തുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദൈവം മോശ മുഖാന്തരം കൊടുത്ത കൽപ്പനകളെ അനുസരിക്കാതിരുന്നതിൽ ആ തലമുറയ്ക്ക് നേരിട്ട ദൈവിക ശിക്ഷാ നടപടികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുന്നറിയിപ്പിൻ്റെയും ഓർമ്മപ്പെടുത്തൽ നമ്മൾ അതേ സംബന്ധിച്ച് കാണുകയുണ്ടായി. ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നു, അതുകൊണ്ട് എന്ന് തുടങ്ങുന്ന 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. That means
what we learned in chapter 1 is being updated in lives, put into practice. ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ച പാഠങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് വരുത്താനുള്ള സമയമാണിത് എന്നാണ് രണ്ടാം അധ്യായത്തിൻ്റെ ഈ 4 വാക്യങ്ങളിലായിട്ട് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് സ്തോത്രം, you have heard now the uniqueness, the supremacy, the excellency of Christ. And therefore it is time to take heed, give much importance, not neglecting the facts. Now you are made known of these things. Now you are introduced to. Now you are well educated about Christ. See, ദൈവവചനത്തിൻ്റെ കേൾവിയും അറിവും നമ്മിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുന്നു. എല്ലായ്പ്പോഴുമുള്ള ഒരു തത്വമാണത്. ദൈവവചനത്തിൻ്റെ കേൾവിയും അറിവും നമ്മിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുന്നു. The knowledge of the word of God always demands obedience. എല്ലായ്പ്പോഴും ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. 2 പത്രോസ് 1 അധ്യായത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ 20 വാക്യം, 2 പത്രോസ് 2 19 20 വായിച്ചോളൂ. 2 Peter 2 19 and 20. They promised them freedom while they themselves are slaves of depravity, for people are slaves to whatever has mastered them. If they have escaped the corruption of the world by knowing our Lord and Savior Jesus Christ, and are again entangled in it and are overcome, they are worse off at the end than they were at the beginning. 21 also. It would have been better for them not to have known the way of righteousness than to have known it and then to turn their backs on the sacred command that was passed down to them. കണ്ടോ, പത്രോസ് പറയുകയാ, 19 വാക്യത്തിൽ പറഞ്ഞു, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിൻ്റെ ദാസനാണ്. തങ്ങൾ തന്നെ പലതിനും അടിമകളായിരിക്കെ മറ്റു പലർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്ന കപടപ്രസംഗകർ, കാപട്യ ഉപദേശിമാർ. എന്നിട്ടാണ് 20 വാക്യത്തിൽ പറയുന്നത്, കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങിപ്പോയാൽ അവർ തോറ്റുപോകുന്നവരാണ്. ആ തോൽവി അത് നിമിത്തം അവരുടെ ഒടുവിലത്തെ സ്ഥിതി ഈ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളതിനേക്കാൾ വല്ലാത്ത നിലയിലായിത്തീരും. എന്നിട്ട് 21 വാക്യത്തിൽ ഒരു ദീർഘനിശ്വാസത്തോടെ പത്രോസ് പറയുകയാണ്,
തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയായ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് ഏറെ നന്ന്. സ്തോത്രം. റിയൽ obedience is in reciprocal to what we know. നാം അറിയുന്നതിനനുസരിച്ചുള്ള ഒരു അനുസരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാം ദൈവിക സത്യങ്ങൾ അറിഞ്ഞിട്ട് വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. Their last condition is worse than the first if they neglect what they knew, what they once experienced. And therefore it says, it would have been better for them that they might not have known the ways of salvation. Stotra. അവർ നീതിയുടെ വഴി അറിയാതിരിക്കുന്നതായിരുന്നു നന്ന്. ഏതാണ്ട് ഇതേപോലെയുള്ള വസ്തുത യാക്കോബ് അപ്പോസ്തലനും നമ്മോട് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, ജെയിംസ് 3 ഇനീഷ്യൽ വേഴ്സ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. സ്തോത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ അടി ആർക്കാണ് സാധ്യത? കൂടുതൽ അറിഞ്ഞവർക്കും കൂടുതൽ അറിയിക്കുന്നവർക്കുമാണ്. ഉപദേശിയായിരിക്കുന്നത് സന്തോഷകരമാണെങ്കിലും വളരെ ഭയാനകമായൊരു സത്യമാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നത് ഏറെ നല്ലതാണ്. പക്ഷെ പഠിക്കുന്തോറും നമ്മിൽ നിന്ന് ഡിമാൻഡ് കൂടുകയാണ്. നാം അറിയും തോറും കർത്താവ് നമ്മിൽ നിന്നും കൂടുതൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അജ്ഞത പോലും അനുസരണക്കേടിന് ഒഴികഴിവല്ല. Even ignorance is not an escape for disobedience or breaking of God's commandments. If so, how much more will be punishable if we disobey even after having known the ways of righteousness. അറിയത്തില്ലായിരുന്നു എന്നുള്ളത് പോലും, അജ്ഞത പോലും അനുസരണക്കേടിനൊരു ഒഴികഴിവല്ല. ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരുവൻ അറിഞ്ഞില്ലെങ്കിലും അവൻ അറിയാതെ സംഭവിച്ചതാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് ഒഴിവില്ല. അവൻ അറിയുമ്പോൾ അതിനവൻ ഉത്തരവാദിയാവും. സ്തോത്രം. അവൻ അറിയുമ്പോൾ ഉത്തരവാദിയാവും. It's not an excuse that I didn't know. Ignorance is not an excuse. If ignorance it also is not an excuse, then how can we escape the severity of God, the strictness of God after disobeying the known commandments and the will of God? This is the argument here. ഈ 1-4 വരെയുള്ള 2-ാമത്തെ അധ്യായത്തിൽ എബ്രായലേഖനത്തിൽ പറയുന്ന സംഗതി ഇതാണ്. അജ്ഞത പോലും
ശിക്ഷാവിധിയിൽ നിന്നും തെറ്റിയൊഴിയാനുള്ള ഒരു വഴിയല്ലാതിരിക്കെ അറിഞ്ഞിട്ടും അറിയിച്ചിട്ടും നമ്മളതനുസരിക്കാതെ പോകുന്നെങ്കിൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. സ്തോത്രം. നമ്മൾ അറിഞ്ഞ സത്യത്തിൻ്റെ ഡിമാൻഡ്സ് മനസ്സിലാകുന്നല്ലോ. ദ ഡേഞ്ചർ ഓഫ് നോയിങ് ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ്, the danger of knowing Christ better, the danger of knowing salvation better. സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയുള്ള വഴികളെ അറിയുന്നതിൻ്റെ, ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിൻ്റെ, രക്ഷയെക്കുറിച്ചുള്ള ശരിയായ അറിവിൻ്റെയൊക്കെ അപകടകരമായ അവസ്ഥയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇതുവരെ നാം അറിഞ്ഞതും അറിയിച്ചതുമൊക്കെ വെച്ച് നോക്കിയാൽ എന്തുമാത്രം നമുക്ക് നേടാൻ കഴിയും, എന്തുമാത്രം നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നത് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഭയപ്പെടുന്നു. ആത്മാർത്ഥതയോടെ പറയുന്നു. സ്തോത്രം. ഇന്നും ഞാൻ കർത്താവിനോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു, കർത്താവേ, ഇന്ന് അങ്ങ് വരികയോ ഞാൻ ഇന്ന് മരിക്കുകയോ ചെയ്താൽ എൻ്റെ അവസ്ഥ, അങ്ങ് അറിയുന്നത് പോലെ ഒന്ന് അറിയാൻ എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. നമ്മുടെ ഓരോ ശ്വാസത്തിലും അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് പ്രായോഗികമാക്കുന്നതിനുള്ള സമയമാണിത്. സ്തോത്രം. Therefore, because we knew who Christ is, his excellency and superiority, we need to heed what we heard. നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ക്രിസ്തുവിൻ്റെ നിസ്തുലത ഒരിക്കലും സംശയിക്കപ്പെടരുത്. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ നാം ചെറുതായി കണ്ടുകൂടാ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും അതുകൊണ്ട് ക്രിസ്തു ആയിരിക്കണം കർത്താവായിരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ സിംഹാസനമേ ഉള്ളൂ. ആ സിംഹാസനത്തിൽ വേറെ ആർക്കും പങ്കു കൊടുക്കരുത്. ആ സിംഹാസനം പങ്കുവയ്ക്കാനുള്ളതല്ല, ഷെയറിംഗ് ചെയർ അല്ല. സ്തോത്രം. ഷെയറിങ്ങിനുള്ളതല്ലത്, പങ്കുവയ്ക്കാനുള്ളതല്ല. സ്തോത്രം. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ടോസർ പറഞ്ഞ കാര്യം, ഇഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്, he will be the Lord of your entire life. If not, he will not be your Lord at all. യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായുമുള്ള ജീവിതത്തിൻ്റെ കർത്താവായിരിക്കും. അല്ലയോ, അവൻ നിങ്ങളുടെ കർത്താവേ അല്ല. സ്തോത്രം. നിങ്ങളുടെ കർത്താവേ അല്ല.
ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു വീട്ടിലെ കാര്യം. ഒറ്റ ബെഡ്റൂം മാത്രമുള്ള ഒരു ദൈവദാസന്റെ വീട്ടിൽ ഞാൻ അതിഥിയായിട്ട് ചെന്നപ്പോൾ എന്നെ അവരുടെ ബെഡ്റൂമിൽ കിടത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഈ മുറിയുടെ 80% പാസ്റ്റർക്കുള്ളതാണ്, 20% ഞങ്ങളുടേതാണെന്ന്. ഞങ്ങളുടെ തുണിയും ചീപ്പും പൗഡറും ക്രീമും എന്ന് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മുറിയിലായിരിക്കുന്നത്. വേറെ എങ്ങും വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അതൊക്കെ എടുക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വരും. പക്ഷെ 80% താങ്കൾക്കുള്ളതാണ്. ഞാൻ ആ സമയം മുതൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ ഇതുപോലല്ലേ കർത്താവിനോട് പറയുന്നത്. അദ്ദേഹം ഈ 2 ദിവസത്തേക്കാണെങ്കിൽ 80% എനിക്കെങ്കിൽ തന്നു. നമ്മളാണെങ്കിൽ തമ്പുരാന് 80% പോട്ട് 50 പോലും കൊടുക്കുമോന്നറിയില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മളതാണ് കാണുന്നത്. 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ നിസ്തുലതയെക്കുറിച്ച് പഠിച്ചത് നമുക്ക് പ്രായോഗികമാക്കേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം. അതാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പാസ്റ്റർ, നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് വന്ന പാപങ്ങൾ കർത്താവ് ക്ഷമിക്കും, അത് കരുതത്തില്ല എന്നല്ലേ വചനം പറയുന്നത്? ആ അറിയായ്മയുടെ കാലം എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17:30 പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അജ്ഞതയല്ല. 2 2 അത് പുതുതായി രക്ഷിക്കപ്പെടുന്ന, മാനസാന്തരപ്പെടുന്ന ഒരുവന്റെ കാര്യമാണ് പൗലോസ് അവിടെ പറഞ്ഞത്. ബ്രാൻഡ് ന്യൂ ആയിട്ട് ഏറ്റവും പുതുതായി രക്ഷിക്കപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് കർത്താവ് ക്ഷമിക്കുന്നു. അവനറിയില്ലായിരുന്നു ദൈവമാരാ, ദേവനാരാ, പാപമെന്തവാ, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ജീവിച്ച ഒരാൾ. നമ്മുടെയൊക്കെ പഴയകാലം അങ്ങനെ തന്നെയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പാപം ചെയ്തു, പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അതാണ് അറിയായ്മയുടെ കാലങ്ങൾ എന്നവിടെ പറയുന്നത്. അതും പ്രത്യേകിച്ച് അതേ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അറിയായ്മ എന്ന് പറയുന്നത് 17-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ, അതിൻ്റെ 22 23 വായിച്ചാട്ടെ. ആക്ട് 17:22 and 23. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേനാ പുരുഷന്മാരെ, നിങ്ങളെല്ലാറ്റിലും അതിഭക്തർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അവിടെ നീ അതിൻ്റെ 30 കൂടെ വായിച്ചു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുന്ന അറിയായ്മയുടെ കാലം ഏതാ? ദൈവത്തെ അറിയാതിരുന്ന കാലം. സോക്രട്ടീസ് എന്ന മഹാതത്വജ്ഞാനിയുടെ പിൻതലമുറക്കാരാണ് ഈ അഥേനക്കാർ. ഞാൻ അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ ലോക താത്വികതയുടെ തലസ്ഥാനമെന്ന് വിളിക്കാറുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ പ്രയോഗം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
ദ വേൾഡ് ഫിലോസോഫിക്കൽ ക്യാപിറ്റൽ. ഭയങ്കര തത്വജ്ഞാനികളാണ് അവിടെയുള്ളവരൊക്കെ. അതുകൊണ്ട് അവർക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പം അവിടെ അവർ പൂജാസ്ഥലങ്ങളുണ്ട്. ഒത്തിരി ദൈവങ്ങളുടെയൊക്കെ പേരുകൾ കാണും, രൂപങ്ങൾ കാണും. എന്നിട്ടാണ് ഇനി ഈ ദൈവങ്ങളിലൊന്നും ഉൾപ്പെട്ടവനല്ല സത്യദൈവമെങ്കിൽ അവനും കൂടെ ഇരിക്കട്ടെ ഒരു കല്ല്. അജ്ഞാതദേവൻ, അൺനോൺ ഗാഡ്, അൺനോൺ ഗാഡ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ഇതുവരെ ഈ ദൈവത്തെ സേവിച്ചു. പക്ഷെ എങ്ങനെയാ സേവിച്ചത്? അജ്ഞരായിട്ട്. നിങ്ങൾക്കറിയില്ലായിരുന്നു, സത്യദൈവം ആരാണെന്ന് അറിയില്ലായിരുന്നു. അയ്യോ, ആ ദിവസങ്ങളൊക്കെ പോയല്ലോ. നെവർ മൈൻഡ്, അതിനെ ദൈവം പരിഗണിക്കുന്നില്ല. ഇപ്പോൾ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോ? മാനസാന്തരപ്പെട്ടുള്ളൂ. അത് കർത്താവ് ക്ഷമിക്കും. എന്നാൽ നമ്മൾ പറഞ്ഞ കാര്യം, ഒരു പാപം പാപമാണെന്ന് അറിയാതെ തന്നെ ആ പാപം ചെയ്തു എന്ന് കരുതി ആ പാപം പാപമല്ലാതെ വരുന്നില്ല. ആ പാപത്തിൻ്റെ കുറ്റം ചെയ്തയാളിൽ ആരോപിക്കപ്പെടാതെയും ഇരിക്കുന്നില്ല. എന്നാൽ അവൻ മാനസാന്തരപ്പെട്ടോ, ആ സമയം അതുവരെയുള്ള സകല പാപങ്ങളും കഴുകപ്പെടുക, അറിഞ്ഞോണ്ടായാലും അറിയാതെ ആയാലും ചെയ്തത്. അതാണ് പറഞ്ഞത്. അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കാണുമല്ലോ. സ്തോത്രം. മറ്റെന്തെങ്കിലും? അജ്ഞത എക്സ്ക്യൂസ് അല്ലെന്നുള്ളതിന്റെ റെഫറൻസ് എന്താ? പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകേണ്ടി വരും. ഞാൻ ഒന്ന് നോക്കട്ടെ, കിട്ടുന്നെങ്കിൽ ഇപ്പോൾ തരാം, ഇല്ലെങ്കിൽ ഞാൻ നാളെ തരാം. അതിൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുമ്പോൾ ലേവ്യ പുസ്തകത്തിലാണ് പറയുന്നത്, ഒരുവൻ അറിയാതെ പാപം ചെയ്താലും അവൻ്റെ കുറ്റം അവനിൽ ഇല്ലാതിരിക്കുന്നില്ല. അവൻ അതിനെക്കുറിച്ച് അറിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അവനോട് അതേക്കുറിച്ച് അറിയിക്കുമ്പോൾ അവനതിന് കുറ്റക്കാരനാകും. ഞാൻ ആ റെഫറൻസ് പിന്നീട് തരാം. ഇപ്പോൾ തപ്പിയാൽ ഒരുപക്ഷെ സമയം പോയേക്കും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഇല്ലെങ്കിൽ ഞാനത് ഒന്നുകിൽ നമ്മുടെ ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ നാളെ ഞാൻ പറയാം. അതിന് ഉദാഹരണമാണ്, നല്ല തെളിവാണ് ദാവീദിന്റെ പാപം. ദാവീദ് പാപം ചെയ്തു, പക്ഷേ അവനത് പാപമായിട്ടൊന്നും തോന്നിയതേയില്ല. പ്രത്യേകിച്ച് അവൻ രാജാവും കൂടെ ആയതുകൊണ്ട് ഒട്ടുമേ ബേത്ശേബയുമായുള്ള ബന്ധത്തിൽ ചെയ്ത പാപം പാപമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് പാപം അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ്റെ ആ മറഞ്ഞു കിടന്നു എന്നതിനാൽ, അവൻ അജ്ഞമായിരുന്നു എന്നതിനാൽ അതിൻ്റെ കുറ്റത്തിന് ഒരു ഇളവും ഉണ്ടായില്ല, അതിൻ്റെ ശിക്ഷയ്ക്കും ഒരു ഇളവും ഉണ്ടായില്ല. ലേവ്യ 5:17 ഒന്ന് വായിച്ചാട്ടെ. ലെവിറ്റിക്കസ് 5:17. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തന്റെ കുറ്റം വഹിക്കണം. സ്തോത്രം. താങ്ക് യു ജോസ് പാസ്റ്റർ. അതുപോലെയുള്ള വേറെയും ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ,
മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ പാലിക്കണമേ, ശുദ്ധീകരിക്കണമേ. നമ്മളും അതുകൊണ്ടാണ് ഒരു സാധാരണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ. ചെയ്തു പോയതെന്ന് പറയുന്ന ഒരു ചുരുക്കമാണ്, വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്. സാധ്യതയൊന്നും ഇല്ല കർത്താവെ, പിന്നെ വല്ലതും ഉണ്ടെങ്കിൽ. അപ്പം ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞതാണ്, ഒരുവൻ ദൈവത്തിൻ്റെ കൽപ്പന ഒരുവൻ അറിയാതെ ലംഘിച്ചു. അത് കൽപ്പനയാണെന്നും അവൻ അറിയത്തില്ലായിരുന്നു, അത് പാപമാണെന്നും അവൻ അറിയില്ലായിരുന്നു. അവൻ ചെയ്ത ശേഷവും അതിനെക്കുറിച്ച് ബോധ്യമൊന്നുമില്ല. എന്നിരുന്നാലും അവൻ അതിൽ നിന്ന് ഒഴികഴിവില്ല. അവൻ അറിയുമ്പോൾ അതിൻ്റെ കുറ്റം വഹിച്ചേ പറ്റൂ. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പൗലോസ് പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മറ്റെന്തെങ്കിലും? അപ്പോൾ അത് തന്നെ ആയിരിക്കുമല്ലോ ഈ ഹീബ്രു 10:26 ഇഫ് വി ഡെലിബറേറ്റ്ലി കീപ് ഓൺ സിന്നിങ് എന്ന് പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പാപം, അറിയാതെ ചെയ്യുന്നതല്ല. അത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ടും അത് ചെയ്യണമെന്ന് ബോധപൂർവവും ചെയ്യുന്ന പാപം. ദാവീദിൻ്റെ പാപത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു ഇളവുണ്ട്. അവൻ ബത്ശേബയോട് പാപം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഒന്നും ആയിരുന്നില്ല പാപം ചെയ്യാനായിട്ട് പോയത്. പക്ഷേ പെട്ടെന്ന് അങ്ങനെ അങ്ങ് സംഭവിക്കുകയായിരുന്നു. ലൂക്കോസ് 12:47 യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടിയുള്ളൂ. അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടിയുള്ളൂ. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. വെരി ഗുഡ് സിനിൽ ബ്രദർ. ലൂക്കോസിൻ്റെ സുവിശേഷം 12:47 48 നമ്മുടെ സിനിൽ ബ്രദർ കോട്ട് ചെയ്തത്. അപ്പം അറിയാതെ ചെയ്തു എന്നാലും അടികൊള്ളും, പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തവനേക്കാൾ കുറച്ചേ കിട്ടത്തുള്ളെന്ന് മാത്രം. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേ, ഞങ്ങളൊക്കെ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്, ഹോംവർക്ക് ഇന്നത്തെ പോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഹോംവർക്ക് ചെയ്യാതെയാണ് ചെല്ലുന്നത്. എന്താണാ ചെയ്യാഞ്ഞേ? സാറേ ഇന്നലെ വന്നില്ലായിരുന്നു. ഇന്നലെ വന്നില്ലായിരുന്നെന്നും പറഞ്ഞ് ഹോംവർക്ക് ചെയ്യാതെ ചെന്നാൽ അതിന് ഒഴികഴിവില്ല. 2 അടി ചിലപ്പോൾ കുറച്ച് കിട്ടുമെന്നേ ഉള്ളൂ, പക്ഷെ കിട്ടും. എന്താടാ കൂട്ടുകാരോട് ചോദിച്ച് ഇന്നലെ എന്താ ഇവിടെ നടന്നതെന്ന് അറിയാഞ്ഞതെന്നും പറഞ്ഞോണ്ടാടി. ഇന്നലെ ക്ലാസ്സിൽ വന്നിട്ടും ചെയ്യാതെ വന്നവനെ കൊച്ചു നിക്കറിട്ടുണ്ടല്ലേ ചെല്ലുന്നത്, പിടിച്ചു നിർത്തി തുടയ്ക്കടിക്കും. പിന്നെ ഇന്നലെ വന്നില്ലെന്ന് ഉള്ള ഒരു ഒഴികഴിവുണ്ടെങ്കിൽ, അതും ഇന്നലെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ അതുമില്ല, ചിലപ്പോൾ കയ്യേലി അടിക്കത്തുള്ളെന്ന് മാത്രം. ഇതാണ് ഇവിടെ കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. അപ്പം യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് അധികം അടിയുള്ളൂ. അറിയാഞ്ഞതുകൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടിയുള്ളൂ.
അധികം കിട്ടിയവനോട് അധികം ചോദിക്കും. 5 കിട്ടിയവനോട് 5 തിരിച്ച് ചോദിക്കും. 2 കിട്ടിയുള്ളോ 2 ചോദിക്കത്തുള്ളൂ. 1 കിട്ടിയുള്ളോ 1ൻ്റെ കണക്ക് കൊടുത്താൽ മതി. നമ്മളേതായാലും കഴിഞ്ഞ 4-5 കൊല്ലം കൊണ്ട് ഇഷ്ടംപോലെ മേടിച്ചുകൊണ്ടിരിക്കുക. അടി എന്തായാലും ഉറപ്പാ. ഇനി അടി ഉറപ്പല്ലെങ്കിലും അടിക്കുള്ളത് ചെയ്തില്ലെങ്കിലും പ്രതിഫലം കിട്ടാനുള്ളത് നഷ്ടമാകാതെയും കൂടെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ ഭയം തോന്നാറുണ്ടെന്ന്. ഇന്നും ഞാൻ അതേക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ ഫിസിക്കൽ ഇൻ പേഴ്സൺ മീറ്റിങ്ങിൽ ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കും പുള്ളി ഇരുന്ന് ഉറങ്ങിക്കോട്ടെ, അത് കേട്ടില്ലെങ്കിൽ അത് കുറച്ച് ഈ ഉറങ്ങിയതിന് തല്ലി മേടിച്ചാൽ മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. ചിലതൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങളെ ഉണർത്തത്തില്ല, ഉറങ്ങിക്കോ. ഇതാണ് അതിൻ്റെ തത്വം. കർത്താവ് പല ആവർത്തി പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ഇപ്പോൾ പത്രോസ് പറഞ്ഞതും പൗലോസ് പറഞ്ഞതും എബ്രായ ലേഖന കർത്താവ് പറയുന്നതും യേശു കർത്താവ് ലൂക്കോസ് 12 പറഞ്ഞതും മോശ മുഖാന്തരം ഇസ്രായേലിനോട് യഹോവയായ ദൈവം ലേവ്യ 5 അരുളി ചെയ്തതും ഒക്കെ കൂടെ ചേർത്ത് വച്ചാൽ ദൈവം നമ്മെ അറിയിക്കുന്നതിനനുസരിച്ച് അനുസരണം ആവശ്യപ്പെടുന്നു. സ്തോത്രം. God demands obedience from you and me as God reveals his truths to us. He reveals himself to us. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, ഞാൻ ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്ന് നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കാതെ വിടുകയില്ലെന്ന്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നതും ദൈവം നമുക്ക് തന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തരുന്നതും ദൈവീക സത്യങ്ങളും മർമ്മങ്ങളും നമ്മെ അറിയിച്ചു തരുന്നതുമൊക്കെ ഒരു ഭാഗത്ത് വളരെ സന്തോഷകരമാണെങ്കിലും മറുഭാഗത്ത് അതിൻ്റെ ഉഗ്രമേറിയ അപകടവും കൂടെ നിലനിൽക്കുന്നുണ്ട്. അപകടം അനുസരിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വർദ്ധിതമായ അനുഗ്രഹം തന്നെ ആയിരിക്കും അത്. സ്തോത്രം. Praise God. If we deliberately, okay, Hebrews 10 അത് നമ്മൾ പറഞ്ഞതാണല്ലോ. മറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. ശരി. അപ്പം എബ്രായ ലേഖനം 2:1 നമുക്ക് മടങ്ങി വരാം. 1-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. സ്തോത്രം. വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്. വല്ലപ്പോഴും. അപ്പം ചിലപ്പോഴൊക്കെ ഒഴുകത്തുള്ളെന്ന അർത്ഥമാണോ അവിടെ? സ്തോത്രം. ലെസ് we may drift away or slip away
പ്രൈസ് ഗാഡ്. അപ്പൊ നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഇവിടെ 2 പദങ്ങളുണ്ട്. ഒന്നാമത്തെ വാക്യത്തിനകത്ത് 2 മൂലപദങ്ങളാണ് തർജ്ജമ ചെയ്ത് നമുക്ക് അപ്പോസ്തലൻ തന്നിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് പ്രോസേഖെയിൻ എന്നൊരു പദവും മറ്റൊന്ന് പാരാറെയിൻ എന്ന പദവുമാണ്. പ്രോസേഖെയിൻ ആൻഡ് പാരാറെയിൻ. PROSECHEIN. പ്രോസേഖെയിൻ. ഈ പ്രോസേഖെയിൻ ആണ് ഇവിടെ വി ഷുഡ് പേ അറ്റൻഷൻ ടു, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം ശ്രദ്ധയോടെ കരുതണം. പേ അറ്റൻഷൻ ടു. സ്തോത്രം. പാരാറെയിൻ. PARA. പാരാ. PARA. RREIAEIN. പാരാറെയിൻ. RREIN. പാരാറെയിൻ. അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥമാണ്, അല്ലെങ്കിൽ ആ പദമാണ് ഒഴുകിപ്പോകുക എന്നതിന് കൊടുത്തിരിക്കുന്നത്. ഈ 2 പദങ്ങളാണ് ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. ഒന്നാം വാക്യത്തിലെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണത്. ഒഴുകിപ്പോകാനുള്ള അപകടകരമായ സാധ്യത, അത് തടയാനുള്ള ഉപായം എന്ന് പറഞ്ഞാൽ അതിന് തടയാനുള്ള വഴി, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. സ്തോത്രം. ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. വളരെ ശ്രദ്ധിക്കേണ്ട ആത്മീയ ജീവിതമാണിത്. സ്തോത്രം. നമ്മൾ പല സാധനങ്ങളുടെയും പാക്കിങ്ങിൽ ആ പാക്കിംഗ് കേസിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഹാൻഡിൽ വിത്ത് കെയർ. നേരത്തെയൊക്കെ ഇപ്പോഴും രജിസ്റ്റേർഡ് പോസ്റ്റൊക്കെ നമ്മൾ അയക്കുമ്പോൾ ഫോട്ടോയോ സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലുമൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ മുകളിലും നമ്മൾ എഴുതാറുണ്ട്, പ്ലീസ് ഡോണ്ട് ഫോൾഡ്. ഇത് പോസ്റ്റ്മാൻ മടക്കരുതെന്നതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. ഫോട്ടോയൊക്കെ ആണെങ്കിൽ ഫോട്ടോ എന്ന് എഴുതും, ചിലർ സർട്ടിഫിക്കറ്റ് എന്നതിൽ പുറത്തെ കവറിൽ തന്നെ എഴുതിയേക്കും, സൂക്ഷിക്കാൻ വേണ്ടി. എന്നതുപോലെ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ട വസ്തുതയാണ് നമ്മുടെ ആത്മീയ ജീവിതം. We should be so serious about our spiritual life. ആദ്യത്തെ ദിവസം തന്നെ, അതായത് 2-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ പഠിച്ച ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ശിംശോനെ പറ്റി പഠിക്കുകയുണ്ടായി. ശിംശോന്റെ വീഴ്ചയ്ക്കുള്ള കാരണം നമുക്കറിയാം. ഒരു ദിവസം അർദ്ധരാത്രി വരെ ഒരു പട്ടണത്തിൽ കിടന്നുറങ്ങി. രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ അകത്ത് കയറി അവനെ പിടിച്ച് കൊല്ലാമെന്നൊക്കെ കരുതി ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഈ പട്ടണത്തിന് പുറത്ത് കാവൽ കിടന്നു. അപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ കിടന്നുറങ്ങിയേക്കാം. ഇനിയിപ്പം ഈ ഗേറ്റ് രാവിലെ തുറക്കത്തുള്ളൂ. പണ്ടത്തെ പട്ടണങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഒറ്റ പട്ടണവാതിലേ കാണുള്ളൂ. ആ മെയിൻ പട്ടണവാതിൽ, അതിൽ കൂടെയാണ് സകല ഈ ഒട്ടകത്തിലാണല്ലോ അന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പം ഒട്ടകം ഉൾപ്പെടെ സാധനങ്ങളുമായിട്ട് വരുന്ന ഒട്ടകവും
ആനയുമൊക്കെ ഉൾപ്പെടെ ഉള്ളവയ്ക്ക് കയറാൻ പറ്റുന്ന വലിയ വാതിലുകളാണ്. അത് സന്ധ്യയാകുമ്പോഴേക്കും അടയ്ക്കും, പിന്നെ നേരം വെളുത്തിട്ട് തുറക്കും. വാതിൽ കാവൽക്കാരുമുണ്ട്. അങ്ങനെയുള്ള പട്ടണത്തിനകത്താണ് ഓടാമ്പലൊക്കെയുള്ള പട്ടണം എന്ന് പറയും. ചില പട്ടണങ്ങളിലുള്ള തുറന്ന പട്ടണം, എരിഹോവ് പോലുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയുള്ള പട്ടണത്തിനകത്താണ് ഒരു ദിവസം സന്ധ്യയ്ക്ക് ശിംശോൻ ചെന്നത്. അത് ഇവരറിഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആ പട്ടണത്തെ വളഞ്ഞു. രാത്രി ആയതുകൊണ്ട് നീ ഇപ്പം രാവിലെ ഇവൻ പുറത്തു വരുത്തുള്ളൂ, അപ്പോൾ നമുക്ക് അകത്ത് കടന്ന് ഇവനെ ശരിയാക്കാം എന്നുള്ള നിലയിലാണ് ഇവർ കാത്തിരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പം അങ്ങനെ കാത്തിരുന്ന ശിംശോൻ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അർദ്ധരാത്രിക്ക് എഴുന്നേറ്റു. ബാക്കി എല്ലാവരും ഉറങ്ങുമ്പോൾ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റു വന്ന് പട്ടണത്തിൻ്റെ വാതിൽ കട്ടളയോടും ഓടാമ്പലോടും കൂടെ പിഴുതെടുത്തു. അത് തോളത്ത് വെച്ച് ഒരൊറ്റ നടപ്പ് ഒരു പർവ്വതമുകളിലെത്തി. ക്വിൻ്റൽ കണക്കിന് ഭാരമുള്ള നഗരത്തിൻ്റെ വാതിൽ, നമ്മുടെയൊക്കെ വീടിൻ്റെ മെയിൻ വാതിൽ തന്നെ എന്ത് വെയിറ്റ് ഉള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പട്ടണത്തിൻ്റെ വാതിലിൻ്റെ ഭാരം, അതും അന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ പോലുള്ള പാഴ്ത്തടി കൊണ്ടൊന്നും ഉണ്ടാക്കുന്നതല്ല. അത് പലതും തടിയും ഇരുമ്പും ഒക്കെ വെച്ച് ശത്രുക്കൾക്ക് ആക്രമിച്ച് തുറന്ന് ഇടിച്ച് പൊളിച്ച് അകത്ത് കയറാൻ ഒക്കാത്തതുപോലെയുള്ളതാണ്. ക്വിൻ്റൽ കണക്കിന് ഭാരമുള്ള ആ വാതിൽ കട്ടളയോടും കട്ടള ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന സകല സാമഗ്രികളോടും കൂടെ പറിച്ചെടുത്ത് ഇളക്കിയെടുത്ത് തോളയിൽ വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് മലമുകളിലെത്തിയ ശക്തനായൊരു മനുഷ്യൻ ഇപ്പോൾ ചെമ്പുചങ്ങലകളാൽ ബന്ധിതനായി, അവരുടെ വാദ്യോപകരണങ്ങൾ ശബ്ദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവനായി, അന്ധനായി, കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി, ശത്രുക്കളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ബന്ധിതനായിരിക്കുന്ന ഒരു ശിംശോൻ. കാരണം നമ്മൾ കണ്ടു, താൻ തൻ്റെ ആത്മീയ ജീവിതത്തെ വളരെ ലാഘവത്തോടെ എടുത്തു, അതിനെ ഗൗരവമായി കണ്ടില്ല. ഇവിടെയും അതേ താക്കീതാണ് നമുക്ക് തരുന്നത്. സ്തോത്രം. പ്രൊസേഖെയിൻ, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഹൈവേസിലാണെങ്കിലും ചില സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട് ആക്സിഡന്റ് പ്രോൺ ഏരിയ, അപകട സാധ്യത ഏറിയ മേഖലയാണിത്, സൂക്ഷിച്ചോടിക്കണം. ചിലപ്പോൾ റോഡിൻ്റെ കിടപ്പ്, വളവ് ഒക്കെ അതിന് കാരണമാകാം. പതിയെ പോകണം. അതുകൊണ്ട് അവിടെ മിനിമം സ്പീഡ് വെച്ചിട്ടുണ്ട്. ചിലയിടത്താണെങ്കിൽ സ്പീഡ് ബ്രേക്കേഴ്സ് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സാരം ഇത്രയേ ഉള്ളൂ, അപകട സാധ്യത കൂടിയ സ്ഥലമാണ്, സൂക്ഷിച്ചു പോവുക. ആത്മീയ ജീവിതം ഏറ്റവും അപകടം പിടിച്ച ഒരു യാത്രയാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നാം അശ്രദ്ധരാകരുത്, നാം ഉഴപ്പരാകരുത്, അലസരാകരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവബോധമുള്ളവരായിരിക്കണം. വഴിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് പോലും
തിരിച്ചറിവ് നമുക്ക് വേണം. ദാനിയേലിനെ പോലെ. ദാനിയേൽ പയ്യനായിരുന്നു, ജസ്റ്റ് എ ടീനേജർ, ഒരു പയ്യൻ. അവൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും വന്നില്ലെങ്കിലും വരാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് അവൻ മുമ്പേ കണ്ടു. അതുകൊണ്ട് അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ദാവീദ് രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ മാംസം കൊണ്ടോ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ തങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. 1:8 ആ തീരുമാനം താൻ പറയുന്നത്. സ്തോത്രം. Daniel determined in his heart not to defile himself. He did not encounter such a danger so far, but he foresaw there can be a danger in the food and in the wine that would be offered to me. And therefore he determined, no, in no way we will allow ourselves to be defiled. ഇപ്പോൾ അവൻ അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഭക്ഷണത്തിലും പാനീയത്തിലും പോലും അശുദ്ധനാകാനുള്ള ഒരു സാധ്യത മുൻപിൽ താൻ കണ്ടു, ഇപ്പോഴില്ലെങ്കിലും. എന്നിട്ട് അതിനെതിരെ ഇപ്പോഴേ ഒരു തീരുമാനമെടുത്തു. ഒരു യഥാർത്ഥ ആത്മീയന്റെ ലക്ഷണമാണത്. ഒരു അപകടത്തിൽപ്പെട്ട ശേഷമല്ല അവൻ അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി ആലോചിക്കുന്നത്. അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് പോലും മുൻപിൽ കണ്ട് അതിൽ നിന്നും ഒഴിയാനുള്ള വഴി ആലോചിക്കുന്നവനും കണ്ടുപിടിക്കുന്നവനും തീരുമാനിക്കുന്നവനുമാണ് ഒരു ആത്മീയൻ. നമ്മുടെ ജീവിതത്തിലും അത് വളരെ ആവശ്യമായ സംഗതിയാണ്. നാമൊക്കെ പലപ്പോഴും വീണുപോകാൻ ഇടയാകുന്നത് ഇക്കാരണത്താല. ശിംശോനെ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഗൗരവമായി കാണാതിരിക്കുന്നു എന്നത് തന്നെ. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. സ്തോത്രം. ഗീവ് ദ മോർ ഏണസ്റ്റ് ഹീഡ്. സ്തോത്രം. വി മസ്റ്റ് ഗീവ് ഏണസ്റ്റ് ഹീഡ്. അതാണ് ഇവിടെ പറയുന്ന ആദ്യത്തെ പ്രയോഗം. സ്തോത്രം. പ്രോസെക്കെയിൻ. ടു മീൻ പേ അറ്റൻഷൻ ടു. സ്തോത്രം. നാം വളരെ ശ്രദ്ധിക്കണം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ആന നടക്കുന്നതിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചിലെയൊക്കെ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. കൂപ്പിൽ പോലും ആനയെ കൊണ്ടുപോകാറില്ലെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. തടി പിടിക്കാനൊന്നും ഇപ്പോൾ ആനയെ കൊണ്ടുപോകാറില്ല. JCB എല്ലായിടത്തും. നേരത്തെയൊക്കെ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുമൊക്കെ ആനയെ ഇപ്പോഴും കാണുന്നത് കൗതുകമാണ്. അന്ന് നമ്മുടെയൊക്കെ വീടുകളിൻ്റെ ഒക്കെ പരിസരങ്ങളിലൊക്കെ ആനയെ കൊണ്ടുവരാറുണ്ടായിരുന്നു തടി പിടിക്കാൻ. അപ്പോൾ വസ്തുവിനകത്ത് നിൽക്കുന്ന മരമൊക്കെ ചിലപ്പോൾ പിഴുതിടാനും പിഴുതിട്ട അല്ലെ വെട്ടിയിട്ട മരം വലിച്ചുകൊണ്ട് പോകാനും ഒക്കെ ആന വരും. പക്ഷേ ഇത് ചുമ്മാ റോഡിൽ കൂടെ നടക്കുന്ന പോലെയൊന്നും ഈ വസ്തുവിൽ കൂടെ നടക്കത്തില്ല. ഞങ്ങളൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇവൻ മുമ്പോട്ട് പോകത്തേ ഇല്ല, അവിടെ നിൽക്കും. ഇനി തെള്ളിയാലെങ്ങാണം മാറ്റാൻ പറ്റുമോ? ഇവൻ എന്നിട്ട് അവിടെ നിന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് അവന് കാല് വെക്കേണ്ട സ്ഥലം അമക്കി നോക്കും. ചിലപ്പോൾ അവൻ 3 കാല് ഉറപ്പിച്ചിട്ട് ഒരു കാലുകൊണ്ട് ആ സ്ഥലം അമക്കി നോക്കും. താഴുന്നതല്ലെന്ന് അവൻ ഉറപ്പ് വന്നെങ്കിലേ മുമ്പോട്ട് പോകും. ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആന പാപ്പാൻ മുമ്പിൽ നടന്നാലും അവനങ്ങ് പോകും. എന്നാലും
താഴുന്നത് പോലെ തോന്നിയാലും അവൻ പോകത്തില്ല, അവിടെ നിൽക്കുകയുള്ളൂ. കുറഞ്ഞ പക്ഷം ഇതുപോലെയെങ്കിലും നമ്മൾ നമ്മുടെ വഴികളെ സൂക്ഷിക്കണം. സ്തോത്രം. 2 കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കേട്ട വചനത്തിൻ്റെ ഗൗരവം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. സ്തോത്രം. 2, നാം പാപത്തിൽ വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കണം. ഇത് രണ്ടും നമ്മൾ സൂക്ഷിക്കണം. നാം ദൈവത്തിൻ്റെ വചനം കേട്ടു. യേശുക്രിസ്തു മത്തായി 13-ാമത്തെ അധ്യായത്തിലും മർക്കോസ് 4-ാം അധ്യായത്തിലും വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞല്ലോ. അതിൽ വഴിയരികിൽ വീണ വിത്തിനെ പോലെ നമ്മുടെ അകത്ത് നമ്മൾ കേട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരമാർത്ഥ വചനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴത്തിലെ ചിന്തകൾ, അത് ശത്രു നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ അനുവദിക്കരുത്. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ മറക്കുന്നത് എന്താണെന്ന്. ദൈവത്തിൻ്റെ വചനമല്ലേ. ടി വിയിലെ കാര്യവും ഇൻകം ടാക്സിൻ്റെ കാര്യവും മെഡിക്കൽ റിപ്പോർട്ട്സും ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാറില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മറക്കുന്നതും ദൈവിക വിഷയങ്ങളും വചനത്തിലെ കാര്യങ്ങളും. അത് സംഭവിക്കരുതെന്ന താക്കീതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നാം മറക്കരുത്. നാം കേൾക്കുന്നത് ഒന്നോർത്ത് നോക്കിക്കേ. നമ്മൾ ചെറുപ്പം മുതലോ അല്ലെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മുതലോ ഇങ്ങോട്ട് കേട്ടതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എന്തുമാത്രം ദൈവവചനം അറിയുന്നവരായിരുന്നിരിക്കണമായിരുന്നു, അതിൻ്റെ സത്യങ്ങൾ. എന്നാലും ദൈവത്തിന് സ്തോത്രം, സമയാസമയത്ത് പലതും കർത്താവ് നമുക്ക് ഓർമ്മ തരുന്നുണ്ട് എന്നതിനാൽ. അതുകൊണ്ട് നമുക്ക് മറ്റേ പദത്തിലേക്ക് നാളെ എത്താൻ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ആദ്യത്തെ പദം മാത്രം നമ്മളിപ്പോൾ നോക്കി ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. നാം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. പ്രോസേഖയൻ, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. നാം അത് സൂക്ഷിച്ചു വയ്ക്കണം, നഷ്ടപ്പെടരുത്. ഈ വചനം ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ സമ്പത്താകട്ടോ. ഉപനിധി എന്ന പദം നമ്മളിതിനു മുമ്പ് വിവക്ഷിച്ചിട്ടുണ്ട്. ഉപനിധി, ഉപനിധിയുടെ അർത്ഥം നമുക്കറിയാമല്ലോ. വാട്ട് വി ഹാവ് എൻട്രസ്റ്റഡ്, വാട്ട് വൺ ഹാസ് എൻട്രസ്റ്റഡ് ടു അതർ. ഒരുവൻ തനിക്ക് വിലപ്പെട്ടതിനെ മറ്റൊരാളിനെ ഏൽപ്പിച്ചതിനാണ് ഉപനിധി എന്ന് പറയാറ്. ഞാൻ എൻ്റേത് എബ്രഹാം ജോസഫ് പാസ്റ്ററെ ഏൽപ്പിക്കുന്നു, അദ്ദേഹം അദ്ദേഹത്തിൻ്റേത് എന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ഉപനിധി അദ്ദേഹത്തിൻ്റെ കയ്യിലും അദ്ദേഹത്തിൻ്റേത് എൻ്റെ പക്കലുമാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുക. 2 തിമോഥെയോസ് 1:12 പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് അറിഞ്ഞും അല്ലെങ്കിൽ ഉറച്ചുമിരിക്കുന്നു. പൗലോസിന് വിലപ്പെട്ടത് പൗലോസ് ദൈവത്തെ ഏൽപ്പിച്ചു, അത് ദൈവം സൂക്ഷിച്ചോളും. എന്നാൽ 14-ാം വാക്യത്തിൽ പറയുന്നു, അതും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുന്നു. 2 തിമോഥെയോസ് 1:14 പറയുന്നു, ഇറ്റ്സ് എ ചാർജ് ടു യങ് തിമത്തി. എടുത്തെങ്കിൽ വായിച്ചോളൂ, ഇല്ലെങ്കിൽ പറഞ്ഞോളാം.
ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ പക്കൽ ദൈവത്തിൻ്റെ ഉപനിധി അതെന്ത് ചെയ്യുക? നമ്മൾ സൂക്ഷിക്കണം. ആ ഉപനിധിയിൽ ഒന്നാണ് നമ്മളിപ്പോൾ എബ്രായർ 2 കണ്ടത്, നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനം. അത് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. മത്തായി 13 പറഞ്ഞ വഴിയരികിൽ വീണ വിത്തുപോലെ ശത്രു അത് നമ്മിൽ നിന്നും എടുത്തു കളയുവാൻ അനുവദിക്കരുത്. അവൻ എപ്പോഴും അതാണ് ആഗ്രഹിക്കുന്നത്. നാം കേട്ടത് നമ്മിൽ നിന്നും പെറുക്കിക്കളയുക, കൊത്തിത്തിന്നുക, അത് നമ്മുടെ മനസ്സിൽ കിടക്കാതിരിക്കുക, നമ്മുടെ ചിന്തകളിൽ നിന്നും ഓർമ്മയിൽ നിന്നും അതിനെ മാറ്റിക്കളയുക. നമ്മുടെ ചിന്തകളും ഓർമ്മകളും ഒക്കെ മറ്റു പലതും കൊണ്ട് നിറച്ചു വയ്ക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ വിലപ്പെട്ട അത്യാവശ്യം വേണ്ട ചില സംഗതികൾ ഡൗൺലോഡ് ചെയ്യാൻ നേരം എഴുതി കാണിക്കും നോ സ്പേസ്. എന്തുവാ ഈ നിറഞ്ഞിരിക്കുന്നത്? ജങ്ക് കൊണ്ട് നിറഞ്ഞിരിക്കുക. അനാവശ്യമായ സംഗതികൾ കൊണ്ട് നമ്മുടെ ഹാർഡ് ഡിസ്ക് മുഴുവനും നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ആവശ്യമുള്ളത് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള സ്ഥലമില്ല. ഇനിയിപ്പോൾ ഇരുന്ന് തപ്പണം എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത്. പെട്ടെന്ന് ചെയ്യാൻ ഒക്കത്തില്ല. ഇതേ സ്ഥിതിയാണ് പലപ്പോഴും നമുക്കുണ്ടാവുക. വേണ്ടുന്നതും വേണ്ടാത്തതുമൊക്കെ നമ്മുടെ അകത്ത് ഇങ്ങനെ നിറച്ചു വെച്ചിട്ട് ദൈവവചനത്തിന് വസിക്കാനുള്ള ഇടമില്ലാതിരിക്കുന്നു. പണ്ട് നമ്മുടെ എക്സ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പലരും എഴുതിയതും ഒക്കെ നിങ്ങൾ കാണുമല്ലോ. അതിലൊരു രസകരമായ കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയാ, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വാഹനം എവിടെയെങ്കിലും പോകാൻ വരുമ്പോഴേക്കും ഇദ്ദേഹം വരുന്നതിന് മുമ്പ് വണ്ടി നിറയും. ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായിട്ട് പോകണം, എന്തോ പ്രോഗ്രാമിന് പോവുക. അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ അദ്ദേഹത്തിന് പോകേണ്ട വണ്ടിയിൽ കയറിയിരുന്നു. ആരും ഇറങ്ങുന്നില്ല. ഒടുവിൽ താൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോക്കോ, ഞാൻ പറയാം, വണ്ടിക്ക് വരാമെന്ന്. ഇതുപോലെയാ നമ്മുടെ അകത്ത് മുഴുവനും പലതും കുത്തി നിറച്ചിട്ട് വേണ്ടുന്നത് നിറയ്ക്കാൻ സ്ഥലമില്ല. അങ്ങനെയാകാതെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. ഈ വർഷത്തിൻ്റെ തുടക്ക നാളുകളിൽ തന്നെ ജങ്കായിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, ചിന്തകളിൽ നിന്നും, ഓർമ്മകളിൽ നിന്നും, പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നിന്നും വേണ്ടാത്തതൊക്കെ മായ്ച്ചു കളഞ്ഞ് ദൈവവചനത്താൽ അവിടങ്ങളൊക്കെ നിറയ്ക്കുവാൻ, അത് ശ്രദ്ധയോടെ കരുതുവാൻ നമുക്ക് സമർപ്പിക്കാം. എങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ലജ്ജിതരാകാതെ അവനോടൊപ്പം ആയിരിക്കാൻ സാധ്യമാകും. അതിന് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.